എല്ലാവരും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇനി കുറച്ച് വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. വെണ്ടയ്ക്ക വെച്ചിട്ട് വളരെ എളുപ്പത്തിലൊരു കറിയാണ്, അടിപൊളി കറിയാണ് കേട്ടോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഇവിടെ അടുപ്പ് കത്തുണ്ട്, അതിൻ്റെ പുകയാണ് കേട്ടോ. എന്നൊക്കെ നന്നായി കഴുകിട്ടോ, കഴുകണമല്ലോ. ഉണ്ണിക്ക് സ്കൂളുണ്ട് കേട്ടോ. അതിൻ്റെ സന്തോഷമാണ്. 2 ദിവസം വീട്ടിലിരുന്ന് മതിയേ, 2 ദിവസം വീട്ടിലിരുന്ന് മതിയേ. അപ്പം 5 ദിവസം സ്കൂളിൽ പോണ്ടേ. ആദ്യം നമുക്ക് തേങ്ങ നരച്ചിട്ട് വരാം. ചെറിയൊരു മുറി തേങ്ങ കേട്ടോ, ചെറുത് മതി. 2 ചെറിയ ഉള്ളി, 3 പച്ചമുളക്, അര ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാ. എല്ലാം കൂടി അരച്ചിട്ട് വരാം നന്നായിട്ട്. നമുക്ക് വെണ്ടയ്ക്ക കറി വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടാവട്ടെ നന്നായിട്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 4 മണി ഉലുവ ഇട്ട് കൊടുക്കുക. ഒരു 3 വറ്റൽമുളക്, ഒരു 4 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു 4 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ. എല്ലാം പൊടിയായി അരിഞ്ഞതാണ്. രണ്ട് കറിവേപ്പില, ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നു കേട്ടാ. നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഒരു 1/4 കിലോ വെണ്ടയ്ക്ക ഉണ്ട്. വെണ്ടയ്ക്ക നന്നായി വഴറ്റി എടുക്കട്ടെ. വെണ്ടയ്ക്ക നന്നായി ഫ്രൈ ആയി വന്നു കേട്ടോ, അടിപൊളിയായി വന്നു. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ടാണ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി തേങ്ങ അരയ്ക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. അരപ്പിട്ടിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് പോട്ടെ കേട്ടോ. തേങ്ങൻ്റെ പച്ചമണമൊക്കെ പോയിട്ടാ തേങ്ങൻ്റെ. ഇനി നമുക്ക് ഇതിലേക്ക് മോരൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ടാക്കിയ മോരാണ് കേട്ടോ. അതെ, ഒന്ന് ചൂടായാൽ മതി. മോരൊഴിച്ചിട്ടേ ചൂടായിട്ട് അത്രയും മതി. ഇനി ഇറക്കുക. സൂപ്പർ വെണ്ടയ്ക്ക മോര് കറി തയ്യാർ. അടിപൊളിയാണ് കേട്ടോ. വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. പടവലങ്ങ മെഴുക്കുവരട്ടി വയ്ക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കാം. ഒരു സവാള, ഇതൊക്കെ ഒന്നും കാണിക്കുന്നതാണ് കേട്ടോ. കറിവേപ്പില,
മഞ്ഞൾപ്പൊടി, മുളക് പൊടി കൊട്ടി വെച്ചിട്ടുണ്ട്. കടവലം ഇട്ട് കൊടുത്തു കേട്ടോ. ഒന്ന് വേഗട്ടെ കേട്ടോ. അടച്ച് വെച്ചിട്ട് കഴിക്കാം. അടച്ച് വെച്ചിട്ട് വേഗട്ടെ കേട്ടോ. നമ്മൾ മെഴുക്ക് വരട്ടി റെഡിയായി നോക്കാം. സൂപ്പറായി ആയി. ഒന്നെങ്കിൽ ചോറാക്കട്ടെ. ഏട്ടൻ ചോറ് ഊറ്റും കേട്ടോ. ഏട്ടൻ ചോറൊക്കെ ഊറ്റിത്തരും. ഇറക്കാണ്ടാണ് രാവിലെ എണിച്ച് മഴ നോക്ക്. നല്ല മഴ വന്നാൽ അങ്ങനെ ഇല്ല, എന്നാലും മഴ. എന്തൊക്കെ സൗണ്ട്? ആട്ടത്തിൻ്റെ കരി നോക്ക്, പുക പോയിട്ട്. എനിക്ക് ചോറാക്കട്ടെ ഏട്ടാ. മട്ടരിൻ്റെ ആണ് ഇന്ന്, മട്ടരിയാണ് ചോറ്. കടുവളങ്ങ മെഴുക്ക് വരട്ടി. ഇപ്പോൾ കുറച്ച് മതി പറയും. ശനി നേരം 2 ദിവസം ലീവ് കഴിഞ്ഞാൽ പിന്നെ ചോറും പാത്രം അവിടെയെന്നൊക്കെ തപ്പേണ്ടി വരും. അതെ. നമ്മുടെ വണ്ടയ്ക്ക മോരുകറി വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടെ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നുണ്ട്. അടിപൊളിയാ. തേങ്ങ ഇല്ലാണ്ടും വയ്ക്കും, തേങ്ങ അരച്ചിട്ടും വയ്ക്കും കേട്ടോ. ഒക്കെ വയ്ക്കും. ഉണ്ണിനെ സ്കൂളിൽ പോട്ടെ, ഏട്ടന് പണിക്ക് വിട്ടെ കേട്ടോ. ഏട്ടനും ചോറാക്കട്ടെ. പച്ചക്കറി കൊണ്ടുവന്നാണ് ഏട്ടൻ. 2 കുരിയാക്കയ്യാ? 2 കുരിയാക്കയ്യ നല്ലല്ലോ. പടവളങ്ങൊക്കെ പൊട്ടിയതാ. മുരിങ്ങക്കായി, വഴുതന, കുറേ എല്ലാ പച്ചക്കറിയും കഴിഞ്ഞു. വീണ്ടും പടവലങ്ങ ഒക്കെ നനഞ്ഞു പോകുന്നു. അച്ഛൻ വന്നപ്പോൾ മഴ പെയ്തു. കുറേ വെജിറ്റേറിയൻ ആണ് കേട്ടോ. മീൻ ഇറച്ചിയൊന്നും കഴിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ വെജിറ്റേറിയനാ. ഒക്കെ എടുത്ത് വെക്കട്ടെ ഞാൻ. നമുക്ക് നമ്മുടെ ഓമക്കായി, പപ്പായ കേടായിട്ടാ. ഇതുണ്ട്, എല്ലാത്തിലും ഒരു വെള്ളം കുത്തു വന്നു. ഞാനിത് വലുതായിട്ട് വേണം ഓമക്കായി ഉണ്ടാക്കിയിട്ട് കറി വെക്കണം കൊണ്ടിരിക്കുക. എവിടെ ഞാൻ വെട്ടിക്കളയാൻ പോകണ്ടതിന്. 2 ഉണ്ട്. 2 കേടാ. കേടാണ്. ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. കുറേ ചേമ്പുണ്ടായിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞു കൂട്ടാൻ വയ്ക്കാന്ന്. അപ്പം ഞാൻ കൂട്ടാൻ വയ്ക്കുന്നത്. നമ്മൾ വെക്കും. എൻ്റെ മുളകൊക്കെ കഴിഞ്ഞിട്ടാ. മുളകൊന്നും ഇല്ല, അതൊക്കെ നശിച്ചു പോയി. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ, സീ യു.